ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് നമ്മൾ വിശ്വനാഥൻ ആൻഡ് സൺസ് സൂര്യയുടെ പുതിയ പടത്തിൻ്റെ ടീസറോട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്കൊന്ന് ടീസർ റിയാക്ട് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ മൂവി സജഷൻസ്, മൂവി റെക്കമെൻഡേഷൻസ് പോലുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി പറഞ്ഞു വന്ന കാര്യം, സൂര്യ നടിപ്പിൻ നായകൻ സൂര്യ അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ലതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അഭിനയ കാര്യത്തിൽ പുള്ളിക്കാരൻ പുലിയാണ്. ഇതുവരെ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ, ഇപ്പോൾ ബാലയുടെ സിനിമകളിലാണെങ്കിലും പിതാമഹനിലൊക്കെ ആണെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസ് ഗംഭീരമാണ്. അതുപോലുള്ള പല സിനിമകളിലും അദ്ദേഹം ഓഡിയൻസിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരുപാട് ശ്രമിച്ചതും അതുപോലെ നടത്തിയെടുത്തതുമായിട്ടുള്ളൊരു നടനാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫുട്ഫോൾ സംഭവിച്ചിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അടുത്ത കാലത്തായിട്ട് പലപ്പോഴും അദ്ദേഹം ചൂസ് ചെയ്യുന്ന മൂവീസ്, അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തകർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി സെലക്ഷൻ. ഏത് സ്റ്റോറി വന്നാലും എടുത്ത് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നൊരു കോൺഫിഡൻസിനേക്കാൾ നല്ലത് നല്ല സ്റ്റോറീസിനെ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് വേണമെന്ന രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് സമയം ചിലവാക്കി നല്ലൊരു മൂവിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൂര്യയുടെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ജനം അവിടെ എത്തിയിരിക്കും. കാരണം ഇത്രയും കാലമായിട്ട് അവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാർഡം എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റിയാണത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജയ് ഭീം എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് ശേഷം സൂര്യയ്ക്ക് നല്ലൊരു സിനിമ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. നല്ല 2 സിനിമകൾ OTTയിൽ റിലീസാവുകയും ചെയ്തു. അതിനപ്പുറം വന്നതൊക്കെയും അദ്ദേഹത്തിന് വളരെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സിനിമകളുമാണ്. എതിർക്കും തുരുന്തവൻ, കങ്കുവ, റെട്രോ തുടങ്ങിയ സിനിമകളൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ ഫിനാൻഷ്യലി പലയിടങ്ങളിലും പ്രൊഡ്യൂസേഴ്സിന് ഹെൽപ്പ് ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ അവർക്ക് മുടക്കുമുതൽ തിരിച്ചുണ്ടാക്കിയേക്കാം. പക്ഷേ സൂര്യ എന്ന് പറയുന്ന നടൻ്റെ കരിയറിൽ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നഷ്ടം വലുത് തന്നെയാണ്. കങ്കുവ പോലെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സമയം ചിലവാക്കുകയും ഇത്രയും ഹൈ ബഡ്ജറ്റിലൊരു സിനിമ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പുകൾ കൊടുത്ത് അതിൻ്റെ പ്രസൻറ്റേഷൻ പോലും അത്രയും വലിയ രീതിയിലാക്കിയിട്ടും സിനിമ എവിടെയും എത്താതെ ഒരു 1 വീക്കിനകത്ത് വെച്ച് തന്നെ വാഷ് ഔട്ടായി പോകുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. അത് സൂര്യ എന്ന നടൻ്റെ ഏറ്റവും വലിയൊരു തകർച്ചയായിട്ട് വേണം കാണാൻ. അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സ്റ്റോറി കേൾക്കുന്നത് ജ്യോതികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയോ തെറ്റോ ആവാം, എനിവേ ആര് കേട്ടാലും ആ സ്റ്റോറി കേൾക്കുന്ന ഒരു മെത്തേഡ് കുറച്ചുകൂടെ ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നടന് ഇൻഡസ്ട്രിയിൽ പിടിച്ചേക്കാൻ പറ്റും. കാരണം കോമ്പറ്റീഷനുള്ളൊരു ഏരിയയാണ്. സോ അവിടത്തേക്ക് ഒരുപാട് അഭിനേതാക്കൾ വന്നുകൊണ്ടേയിരിക്കും. നല്ല നല്ല തിരക്കഥകൾ ഒരാളെ ഒഴിവാക്കിയാൽ മറ്റൊരാളെ തേടി പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് സൂര്യ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന് മാത്രം ആവശ്യമാണ്. ഇനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് വന്ന നമ്മുടെ സുധാ കൊങ്കരയുടെ സിനിമ പുരനാനൂറ് എന്ന പേരിൽ വരാനിരുന്ന സിനിമ പരാശക്തിയായി മാറി. അത് ശിവകാർത്തികേയൻ്റെ അടുത്തേക്ക് എത്തി. ടീസറിലും ട്രെയിലറിലും ഒക്കെ അത്യാവശ്യം നല്ല ഗംഭീര കട്ട്സ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷയും നൽകി. പക്ഷേ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ കഥാപാത്രം എന്തുകൊണ്ട് സൂര്യയെ ഡിമാൻഡ് ചെയ്തു. സൂര്യ ചെയ്തിരുന്നെങ്കിൽ അതിനുണ്ടാവേണ്ടിയിരുന്നൊരു പഞ്ച്, പവർ, ഇതൊക്കെ സൂര്യയ്ക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ അത് എത്ര ശ്രമിച്ചിട്ടും ശിവകാർത്തികേയൻ്റെ കയ്യിൽ നിന്ന് എത്തിയില്ല എന്നുള്ളതാണ് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായൊരു കാര്യം. അനാവശ്യമായിട്ടുള്ള റൊമാൻസ് കുത്തിക്കയറ്റി കുറേ കാര്യങ്ങൾ അങ്ങനെ നീണ്ടുപോയതുകൊണ്ട് തന്നെ സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോയി. ഇത് നേരെ കുറിച്ച് ഒരുപക്ഷെ സൂര്യ ആയിരുന്നുവെങ്കിൽ ആ റൊമാൻസിന് പോലും ഒരു ഭംഗി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പുള്ളി അതൊക്കെ നമ്മളെ കാണിച്ച് ഞെട്ടിച്ചതാണ്. ഇനി നമുക്ക് ടീസറിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ് ഒരുപാടായി. ബാക്കി കാര്യങ്ങൾ ടീസർ സംസാരിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സഞ്ജയ് വിശ്വനാഥ് ഇതുവരെക്കും എത്രയോ പിസ്റ്റൽ കോമ്പറ്റീഷൻസിൽ ജയിച്ചിരിക്കാரு. സഞ്ജയ് രാംസ്വാമി, ഗജനി, കൺപാർവയ്ക്ക് 20 വാ, ഏയ് സൂപ്പർ, നല്ല ലുക്കുണ്ട്. ലിയോയിൽ സെയിം ഒരു സാധനം വിജയിൻ്റെ ഉണ്ട്, അതറിയില്ല, പക്ഷെ അണ്ണൻ നൈസായിട്ടുണ്ട്. പക്ഷെ എന്നാ ലുക്കാണെങ്കിൽ എൻ്റെ അമ്മ, ഈ കൊച്ചിനൊക്കെ ഒരു യോഗ, കരിയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കയറുന്ന ഒരു കൊച്ചാണ്. ബംഗളൻ അങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈൻ പൊളിക്കും. നിമിഷവി ക്വാളിറ്റി പരിപാടിയായിരിക്കും. ജീവി പ്രകാശ് സുഖിപ്പിച്ചിട്ടുണ്ട് ഈ ടീച്ചർ. ஒரு சொடுக்கு போட்டு நம்ம வயசு பசங்க நீ நான் வந்து விட போறாங்க. வேணும்னா இன்னும் 4 சொடுக்கு போடுறேன், நீ விடு. சொடக்கு மேல நல்ல பேபி.
ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചറിനകത്തുനിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ. ടീച്ചർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അതിനകത്ത് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിയുടെ മ്യൂസിക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ ടീച്ചറിൻ്റെ ഫുൾ ക്രെഡിറ്റും ജീവി കൊണ്ടുപോയി. അത്ര അടിപൊളി മ്യൂസിക്, ഒരു രക്ഷയില്ല. എന്നെ ഫീൽ ചെയ്യാൻ നോക്കി ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏട്ടാ എന്ത് രസമുള്ളത് കേട്ടിരിക്കാൻ. ഞാൻ ഇന്ന് തന്നെ ഇറങ്ങിട്ടോണാക്കും. എനിക്ക് ആ അവസാനത്തെ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പൊളിച്ചിട്ടുണ്ട്. സോ നിമിഷ രവിയുടെ ഫ്രെയിംസ്, അതുപോലെ തന്നെ വെങ്കി അറ്റ്ലൂരി, നമ്മുടെ ലക്കി ഭാസ്കറും വാത്തിയും ഒക്കെ എടുത്ത വെങ്കി അറ്റ്ലൂരി, ഈ 2 സിനിമകൾ പറയുമ്പോൾ തന്നെ ഏകദേശം പുള്ളിയുടെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. സോ അത് തന്നെയാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി. ഇപ്പോൾ നമുക്കറിയാം ലക്കി ഭാസ്കർ ഏത് രീതിയിൽ ഓഡിയൻസിനെ കൊണ്ടുപോയി എങ്ങനെയൊക്കെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. അത് ഓഡിയൻസ് എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് നമുക്കറിയാം. വാത്തി സിനിമയുടെ കൺസെപ്റ്റ് എന്തായിരുന്നു, അതെങ്ങനെയാണ് നമ്മളെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തത്, ധനുഷിനെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു, അത് നമുക്ക് മനസ്സിലായി. സോ ഇവിടെ സൂര്യയെ കൊണ്ട് ഒരു ഫാമിലി മാൻ, അല്ലെങ്കിൽ ഒരു 40 ഏജ് ആയിട്ടുള്ള ഒരാൾ, 40+ ആയിട്ടുള്ള ഒരാൾ, അയാളൊരു ഷൂട്ടറാണ്. അയാൾ പല അത്ലറ്റിൽ നിന്നും അല്ലെങ്കിൽ പല മത്സരങ്ങളിൽ നിന്നും മെഡൽസ് ഒരുപാട് കൈകാര്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, അത്രയും ഷാർപ്പായിട്ടുള്ള ഒരാളാണ്, അത്രയും കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ കാണിക്കുന്ന ക്യാരക്ടറൈസേഷൻ ഫസ്റ്റ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനൊപ്പം തന്നെ അദ്ദേഹം ആരൊക്കെയോ നേരിടുന്നത് പോലെ കുറേ വിഷ്വൽസും നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെ ആയിട്ടോ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ തൊഴിലിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നതായിരിക്കാം. അതിനുശേഷമാണ് നമ്മുടെ നായിക ഇടയ്ക്ക് വെച്ചിട്ട് വേറൊരു പെൺകുട്ടിയായിട്ട് ഒരു ജസ്റ്റ് ഒരു ഷോട്ടിൽ സൈക്ലിങ്ങിന് ഇത് വരുന്നുണ്ട്. അതിനുശേഷമാണ് മമിതയുടെ ഒരു ക്യാരക്ടർ വരുന്നത്. മമിതയുടെ ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഫുൾ അവിടെ ഒരു ചേഞ്ച് വരികയാണ്, ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് അവിടെ. അപ്പോൾ ആ ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നസ്രിയയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു റോളായിരിക്കാം മേ ബി ഇത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാനിവിടെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും സംസാരിച്ചൊരു കാര്യം അത് തന്നെയായിരുന്നു. അതായത് ഒരുപക്ഷെ ഇത് നസ്രിയയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു റോളായിരുന്നിരിക്കണം. പുള്ളിക്കാരിയുടെ അഭാവത്തിൽ ഇത് മറ്റൊരാളിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. എനിവേ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരാൾ ഒഴിവാക്കുന്നത് മറ്റൊരാൾക്ക് കോളാവുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മമിത ഈ ഒരു ടീച്ചറിനകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഏജ് എന്താണ്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നടക്കുന്ന ഒരു ഇഷ്ടവും ആ ഇഷ്ടത്തെ സംബന്ധിച്ച് വീട്ടുകാരെ നിർബന്ധിച്ച് അദ്ദേഹത്തെ ഒരു വിവാഹത്തിലേക്ക് എത്തിക്കുന്നു. പിന്നീട് അവിടെ നടക്കുന്ന എന്തൊക്കെയോ ചില സംഭവങ്ങളും സംഭവവികാസങ്ങളൊക്കെയാണ് കഥയുടെ ഒരു ഇതിവൃത്തം എന്നുള്ളത് ഏകദേശം പിടികിട്ടി. പക്ഷേ അതിനകത്ത് വെങ്കി അറ്റ്ലൂരി ആയതുകൊണ്ട് കഥ എങ്ങനെ കൊണ്ട് തിരിച്ചു വെച്ച് കളയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലും സംശയിക്കേണ്ട, അത്യാവശ്യം ക്വാളിറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യ പെർഫോമൻസ് വൈസ് പുള്ളിക്കാരൻ ഈ ഒരു ടീച്ചറിൽ തന്നെ പുള്ളിയുടെ ഏജിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ പുള്ളിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പിടുത്തമുണ്ട്. പുള്ളി ഇതുവരെയും ചെയ്ത സിനിമകളിൽ പുള്ളിയുടെ പെർഫോമൻസ് എവിടെ മോശമാക്കിയിട്ടില്ല. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുള്ളിയുടെ കഥാപാത്രങ്ങൾ മോശമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ കിട്ടുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇതുവരെ സൂര്യയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനിയുള്ള അങ്ങോട്ടുള്ള സെലക്ഷൻസൊക്കെ നല്ലതാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മനുഷ്യന് കരിയറിൽ ഇനി ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ വിജയ് എന്ന് പറയുന്നൊരു നടൻ ഇല്ല, അദ്ദേഹം സിനിമ വിട്ടു എന്നാണ് പറയുന്നത്. സോ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും സിനിമകളിൽ ചെറുതായിട്ട് ഒരു ഗസ്റ്റ് റോളോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു പോകും. അത് മേ ബി ലൊക്കേഷൻ്റെ സിനിമകൾക്ക് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതല്ല, സിനിമയിലേക്ക് ഒരു രംഗപ്രവേശം തിരിച്ചുണ്ടായാൽ തന്നെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും അവിടെയും സൂര്യക്കുള്ളൊരു സ്പേസ് സൂര്യ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്, അവരെ കയ്യിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹം ഫൗണ്ടേഷൻ വഴി അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സൂര്യ എന്ന് പറയുന്നൊരു നടനോട് എല്ലാവർക്കും ഉള്ളൊരു ഇഷ്ടം അതൊരു പ്രത്യേക തരത്തിലാണ്. ആസ് എ പേഴ്സൺ, ആസ് എ ആക്ടർ, ഈ 2 കാര്യങ്ങളിലും സൂര്യയോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അയാൾക്കൊരു ഫുട്ഫോൾ സംഭവിക്കുന്നത് എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ജെയ്ബീം പോലെയുള്ള നല്ല നല്ല സിനിമകൾ, അല്ലെങ്കിൽ സൂര്യ റിപ്പോർട്ടർ പോലെയുള്ള ഗംഭീര സിനിമകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നതാണ്. ഇതുപോലുള്ള നല്ല നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ഗംഭീര സിനിമകൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഒരിക്കൽ കമൽഹാസനോട് ചോദിച്ചു, മരുതനായകം ഇനി താങ്കൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ താങ്കൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ കമൽഹാസന് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു നടൻ ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യത്തിൽ അവിടെ സൂര്യയുടെ പേരാണ് പറയുന്നത്. കാരണം എക്സ്പ്രഷൻസ് കൈകാര്യം ചെയ്യാൻ, ബോഡി ഫ്ലെക്സിബിലിറ്റി ഉള്ള, അതിന് വേണ്ടിയിട്ട് എന്തിനും തയ്യാറാവുന്നൊരു നടനായിരുന്നു സൂര്യ. ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ബാക്ക്വേർഡ് ആവുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. സോ മുൻപുണ്ടായിരുന്നൊരു സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഭാരം കുറയ്ക്കണോ, ഞാൻ റെഡി സർ. അതുപോലെ തന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണോ സർ, അതും ചെയ്തിരിക്കും. അങ്ങനെയാണ് സൂര്യ എന്ന് പറയുന്നൊരു നടൻ അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബിൽഡ് ചെയ്തത്. ബട്ട് ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും കഥയെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരുപാട് പിന്നോട്ട് പോയി. സോ മുന്നോട്ട് വരിക തന്നെ വേണം. ഇപ്പോൾ ഉള്ള സ്പേസ് നല്ല രീതിയിൽ കൊണ്ടുപോകുക. പുര400 എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹത്തിനെയും ദുൽഖറിനെയൊക്കെ വെച്ചിട്ട് ചെയ്യാനിരുന്ന സുധാ കൊങ്കര മൂവി പരാശക്തിയായി നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടു. ടീച്ചറിന് ഞാൻ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിരുന്നു. അതിന് കുറേ ആൾക്കാർ എന്നെ തെറി വിളിക്കാനൊക്കെ വന്നു. പക്ഷേ അവിടെ ഞാൻ സൂര്യയെക്കുറിച്ച് പറഞ്ഞാൽ ആരും കേട്ടില്ല. കാരണം അവർക്ക് ഫാനിസം തലക്കി പിടിച്ചു പോയി. അവർക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് നമ്മൾ ശത്രുവാണ്. ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള കഴുതകളോട് മറുപടി പറയാൻ ഞാനില്ല. ബട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, സൂര്യ എന്ന നടന് ആ ഒരു സിനിമയിൽ കിട്ടിയിരുന്ന ക്യാരക്ടർ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ആ റൊമാൻസിന് ഒരു പഞ്ചിട്ടായന്, അദ്ദേഹം ചെയ്തിരുന്ന ക്യാരക്ടറിന്
ഒരു ഫീൽ വേറെ തരത്തിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു. സോ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ശിവകാർത്തികേയൻ്റെ രീതിയിലേക്ക് വേണ്ടി ഒരുപാട് മാറിയപ്പോൾ ആ കഥാപാത്ര സൃഷ്ടി തന്നെ ഇല്ലാതായി പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും. കാരണം അത് സൂര്യ ചെയ്തിരുന്നെങ്കിൽ സൂര്യയ്ക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്തൊരു കാര്യമാണ് സുധ. അപ്പോൾ ആ ഒരു സാധനത്തിനൊക്കെ അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു നടൻ എന്തുകൊണ്ട് ഇങ്ങനെ പിന്നോട്ട് വലിയുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. സോ അതിൽ നിന്നൊക്കെ മാറിയിട്ട് സൂര്യ എന്ന നടൻ്റെ ഒരു കരിയർ ഗ്രോത്ത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ വെങ്കി അത്ലൂരി കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു ടീച്ചറിൽ നിന്ന് എനിക്ക് ഇത്രയൊക്കെ പറയാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറ്റിയിട്ടുണ്ടെങ്കിൽ സോ അദ്ദേഹം നമ്മൾ ഈ പറയുന്നതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരാളാണ്. സോ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നല്ലൊരു സിനിമ ഇനിയും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളും ഒക്കെ നല്ലതാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയിരിക്കും. എനിവേ ടീസർ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വൈബ് സാധനം. എന്തായാലും നമ്മൾ ആ റിംഗ് ടോൺ സെറ്റ് ചെയ്തിട്ട് തന്നെ വൈകായി. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂവി സജഷൻസും മൂവി റെക്കമെൻഡേഷൻസും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിതുപോലെ ഈ ചാനൽ വഴി ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇൻസ്റ്റാലും ഒക്കെ നമ്മളിതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെ വേണമെങ്കിലും നമ്മളെ കണക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസും റിവ്യൂസും റോസിങ്ങും നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.